മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ സൗജന്യ കൊലക്കേസ് കൂട്ടക്കൊലപാതക ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം ഏറ്റെടുത്തു. സൗജന്യയുടെ മാതാവിന്റെ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, വർഷങ്ങൾ പിന്നിട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, ഏറെ പ്രമാദമായ സൗജന്യ കൊലക്കേസിലാണ് ഇപ്പോൾ അന്വേഷണം SIT സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് 2012 വീട്ടിലേക്ക് മടങ്ങവേ PU കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സൗജന്യ കൊല്ലപ്പെട്ടത്. മൃഗീയമായ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുകയായിരുന്നു. മാത്രമല്ല 3 ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഇത്തരത്തിൽ നേത്രാവതി പുഴയ്ക്ക് സമീപമുള്ള റോഡ് അരികിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് നാട്ടൊക്കും കണ്ടത്. എന്തായാലും അതിലെ പ്രതികളെ കണ്ടെത്താനോ ശിക്ഷ നേടിക്കൊടുക്കാനോ ഇതുവരെയും കർണാടക സർക്കാരിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിച്ചില്ല. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉടലെടുത്തതാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം SIT ടീം ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സൗജന്യയുടെ മാതാവായിട്ടുള്ള കുസുമാവതിയുടെ പരാതിയിലാണ് ഇത്തരത്തിൽ ഈ കേസ് അന്വേഷിക്കാൻ സന്നദ്ധമാണ് എന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ അമ്മയെ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ബെൽത്തങ്ങാടിയിലെത്തി SIT സംഘത്തിന് നേരിട്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. തങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയവരെ ഇത്തരത്തിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് ഈ പ്രതീക്ഷയാണ് ഇവർ ഈ കുസുമാവതി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ഒരാളെ ഈ മുൻപ് കേസ് അന്വേഷിച്ച പോലീസ് പിടികൂടിയിരുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി കോടതി ഇയാളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ, അതായത് ഈ പ്രതിയെ പിടികൂടുന്ന ഘട്ടത്തിൽ തന്നെ ഈ കുടുംബവും മറ്റുള്ളവരും വ്യക്തമാക്കിയതാണ് ഇയാളല്ല യഥാർത്ഥ പ്രതി. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ ഈ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാകുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പ്രധാനമായും അവർ പറഞ്ഞത്. മാത്രവുമല്ല, ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടന്നതായും ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ഒന്നടങ്കം പറഞ്ഞിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ SIT അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ SITയുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് എന്നാണ് സൗജന്യയുടെ കുടുംബവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏറെ പ്രമാദമായ സൗജന്യ കൊലക്കേസ് അത് വീണ്ടും അന്വേഷണത്തിന് വിധേയമാകുകയാണ്. കുറ്റവാളികളെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ കുടുംബം പങ്കുവെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ SITയുടെ പിടിയിലായ ശുചീകരണ തൊഴിലാളിക്ക് ഈ സൗജന്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ അറിയാമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2019 ഇതുമായി ബന്ധപ്പെട്ട ഈ ശുചീകരണ തൊഴിലാളിക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സൗജന്യയുടെ ബന്ധു ഇത് മൊഴി നൽകിയിരുന്നു. അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ചിന്നയ്ക്ക് കൃത്യമായ വിവരങ്ങൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു അന്വേഷണം നടത്തണമെന്നൊരാവശ്യവുമായി സൗജന്യയുടെ കുടുംബം തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കേസിൽ 4ഓളം സാക്ഷികൾ ഉണ്ടായിരുന്നു. ആ 4ഓളം സാക്ഷികൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ വലിയ രീതിയിൽ അട്ടിമറി നടന്ന ഒരു സംഭവം, വലിയ രീതിയിൽ അട്ടിമറി നടന്ന ഒരു കേസ് അന്വേഷണം, അതിൽ വീണ്ടും പുനരന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ധർമ്മസ്ഥലയിലെ ശവസംസ്കാര വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നേതാവായ മഹേഷ് ഷെട്ടി തിമുറോഡിയുടെ വീട്ടിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇയാൾക്ക് ഈ തലയോട്ടി ഉൾപ്പെടെ നൽകുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തലയോട്ടി മഹേഷ് ഷെട്ടി തിമുറോഡിയുടെ വീട്ടിൽ കൈവശമുണ്ടായിരുന്ന തലയോട്ടിയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല. തലയോട്ടി കണ്ടെത്തിയ ഭാഗത്തെ മണ്ണും മഹേഷ് ഷെട്ടിയുടെ വീടിന് സമീപത്തെ മണ്ണും അടക്കം താരതമ്യം ചെയ്ത് പരിശോധന നടത്തുകയാണ്. എന്തായാലും മഹേഷ് ഷെട്ടി തിമുറോഡിയെയും ഗിരീഷ് മട്ടന്നൂർ, അതായത് ആക്ഷൻ കമ്മിറ്റിയുടെ മറ്റൊരു ഭാരവാഹിയാണ്, ഇവരെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. കണ്ടെടുത്ത ഫോണുകൾ കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യ കൊലക്കേസ് വീണ്ടും പുനരന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ധർമ്മസ്ഥല ശവസംസ്കാര വെളിപ്പെടുത്തൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രേണുക. ശരി ജോസഫ്, വ്യക്തമാണ്. വീണ്ടും സൗജന്യ കൊലക്കേസ് വീണ്ടും പുനരന്വേഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പ്രത്യേക സംഘത്തെയാണ് ഈ കേസ് പുനരന്വേഷിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. അവർ ഈ സംഘം
ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. സൗജന്യയുടെ മാതാവിന്റെ പരാതിയെ തുടർന്നാണ് വീണ്ടും പുനരന്വേഷണ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫ് അഗസ്റ്റിനാണ്.